പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷവും അസിസി വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അസിസി വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്നത്? പല ഉത്തരങ്ങളുണ്ടാകാം. അതിലൊന്ന്, കർത്താവിൻ്റെ തിരുമുറിവുകൾ തൻ്റെ ശരീരത്തിൽ വഹിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് ഫ്രാൻസിസ് ചെയ്തത്. എന്നാൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, സുവിശേഷ അനുസൃതമായ ജീവിതം നയിച്ചതുകൊണ്ടാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സുവിശേഷം അനുസരിക്കുകയും വചനം അക്ഷരം പ്രതി അണുവിടാതെ അനുസരിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. പോപ്പ് പിയൂസ് 11 ഫ്രാൻസിസ് പിതാവിൻ്റെ 700-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒരു ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു, റിത്തെ എക്സ്പാത്തിയസ്. അതിൽ അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഒരു അപ്രൂവലാണ്, അല്ലെങ്കിൽ തെളിവാണ്, അടയാളമാണ് പഞ്ചശതങ്ങളെന്ന്. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ അധ്യായം 2 തിരുവചനം 7-8 ഇപ്രകാരം നാം വായിക്കുന്നു: തന്നെ തന്നെ ശൂന്യനാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യമെടുത്ത് മനുഷ്യൻ്റെ ആകൃതിയിൽ കാണപ്പെട്ടു. തുടർന്ന് പറയുകയാണ്, മരണം വരെ, അതെ, കുരിശ് മരണം വരെ അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശ് മരണം വരെ അനുസരണ ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ, അല്ലെങ്കിൽ സ്വയം ശൂന്യനായ ഈ ഈശോയെയാണ് അസീസി വിശുദ്ധ ഫ്രാൻസിസ് ഏറ്റവും അടുത്ത് അനുഗമിച്ചത്. ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ യേശുവിനെ ഏറ്റവും അടുത്ത് അനുഗ്രഹിച്ച് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് ഫ്രാൻസിസ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അനുസരണവും എളിമയും ഒരുമിച്ച് പോകുന്ന 2 പുണ്യങ്ങളാണ്. എളിമ ഉണ്ടെങ്കിലേ നമുക്ക് അനുസരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അനുസരണ ഉണ്ടെങ്കിലേ നമുക്ക് എളിമപ്പെടാൻ സാധിക്കൂ. ഈ എളിമപ്പെടണമെങ്കിൽ നമ്മിൽ നിന്നുള്ള അഹം എന്ന ഭാവം നാം തുടച്ചു നീക്കേണ്ടതുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിലെ 4:8 പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അനുസരിക്കുവാനും എളിമപ്പെടുവാനുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം. അനുസരിക്കാനും എളിമപ്പെടാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി ഈ അസീസി പുണ്യവാളൻ്റെ മധ്യസ്ഥ നമുക്ക് അപേക്ഷിക്കാം. കാരണം അദ്ദേഹം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗ്രഹിച്ച വ്യക്തിയാണ്. ആമേൻ.